1975 ഒക്ടോബറിലെ ഒരു മധ്യാഹ്നം കോട്ടയം അഞ്ജലി ഹോട്ടലിലെ AC മുറിയിൽ പ്രശസ്ത ചലച്ചിത്ര നിരൂപക മേരി സേറ്റൻ, എഴുത്തുകാരനും അധ്യാപകനുമായ CR ഓമനക്കുട്ടൻ, ചലച്ചിത്ര നിർമ്മാതാവ് സേതുമാധവൻ എന്നിവർ കാര്യപ്പെട്ട ചർച്ചയിലാണ്. ഇന്ത്യൻ സിനിമയാണ് വിഷയം. കോട്ടയത്തെ സുവർണരേഖ ഫിലിം സൊസൈറ്റിയുടെ ഉദ്ഘാടനത്തിന് എത്തിയതാണ് മേരി സേറ്റൻ. അപ്പോഴതാ മുറിയുടെ വാതിൽ തള്ളി തുറന്ന് അയാൾ വരുന്നു. ജോൺ എബ്രഹാം നല്ലപോലെ മദ്യപിച്ചിട്ടുണ്ട്. വന്ന പാടെ മേരിയെ കെട്ടിപ്പിടിച്ച് കവിളിൽ ചുംബിച്ച് ജോൺ കുശലാന്വേഷണത്തിലേക്ക് കടന്നു. അവർ നിശബ്ദയായി. ഓമനക്കുട്ടനും സേതുമാധവനും ചേർന്ന് അല്പം ബലം പ്രയോഗിച്ചാണ് ജോണിനെ അവിടെ നിന്നും കൊണ്ടുപോയത്. തിരിച്ചെത്തിയ അവരോട് മേരി പറഞ്ഞ വാക്കുകൾ CR ഓമനക്കുട്ടൻ മറന്നില്ല. എല്ലാവരും അറിയാനായി അവ തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ അദ്ദേഹം കുറിച്ചു വെച്ചു. റേയുടെ വക്താവായാണ് മിക്കവരും എന്നെ കാണുന്നത്. റേ തീർച്ചയായും ഗ്രേറ്റ് തന്നെ. എന്നാൽ ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഋത്വിക്കാണ് ഗ്രേറ്റർ. ആ ഋത്വിക്കിന്റെ യഥാർത്ഥ അനന്തരാവകാശി ഒരുപക്ഷെ നിങ്ങളുടെ ഈ മുടിയനായ പുത്രനാകും, സംശയമില്ല. അവിടം കൊണ്ട് CR നിർത്തുന്നില്ല. ഒന്നും ഉരിയാടാനാകാതെ നൊമ്പരത്തോടെ കേട്ടിരുന്നു എന്നും കൂടി അദ്ദേഹം എഴുതി. ആ നൊമ്പരം കൂടിയാണ് ജോൺ എബ്രഹാം എന്ന സിനിമാക്കാരൻ. കുട്ടനാട്ടുകാരനാണ് ജോൺ. പക്ഷേ കുന്നംകുളത്തെ ഒരു അകന്ന ബന്ധുവിന്റെ വീട്ടിലാണ് ജോൺ എന്ന രാജനെ അടിമത്ര സാറാമ പ്രസവിക്കുന്നത്. രഹസ്യ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിരുന്ന ഭർത്താവ് വാഴക്കാട് VT എബ്രഹാം ഒളിവിലായിരുന്നതിനാൽ മാസം തികഞ്ഞിരുന്ന സാറാമയെ രാത്രിക്ക് രാത്രി ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു. രാജന്റെ കുട്ടിക്കാലവും പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസവും കുട്ടനാട്ടിൽ തന്നെയായിരുന്നു. പഠിക്കാൻ മിടുമിടുക്കൻ, അടക്കവും ഒതുക്കവുമുള്ള പയ്യനെന്ന് അക്കാലത്ത് രാജനെ കണ്ട എല്ലാവരും സാക്ഷ്യപ്പെടുത്തും. ഭയങ്കര വൃത്തിക്കാരനാണ്. നഖങ്ങൾ വെട്ടാൻ പോലും മണിക്കൂറുകൾ എടുക്കുന്ന കുട്ടി. കുളിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുന്നതായിരുന്നു അവന് പ്രിയം. പിടിവാശികളില്ല, ആരോടും തർക്കങ്ങളില്ല, സഹോദരങ്ങളോട് അതിയായ സ്നേഹം. അതായിരുന്നു രാജൻ. അവൻ നന്നായി പാടുമായിരുന്നു. പല പാട്ടു മത്സരങ്ങളിലും അവൻ സമ്മാനങ്ങൾ വാരിക്കൂട്ടി. ഒരു മ്യൂസിക് ഡയറക്ടർ ആകാനായിരുന്നു ഇഷ്ടം. പക്ഷേ നിയോഗം മറ്റൊന്നായിരുന്നു. റിട്ടയർഡ് എഞ്ചിനീയർ ആയിരുന്ന വല്യപ്പച്ചനായിരുന്നു രാജന്റെ ഹീറോയും ഗുരുവും. സിനിമയുടെ രുചി അവന്റെ നാവിൻ തുമ്പിൽ അരച്ചു തേക്കുന്നത് കുട്ടനാട്ടിലെ ആ ജീനിയസ് ആണ്. അദ്ദേഹത്തിന്റെ ശേഖരത്തിൽ ഒരുപാട് ഫോട്ടോഗ്രാഫി, സിനിമാ പുസ്തകങ്ങളും ഒരു ക്യാമറയും പ്രൊജക്ടറും ഉണ്ടായിരുന്നു. പുസ്തകങ്ങൾ രാജൻ ഇരുന്ന് വായിച്ചു കൊടുക്കണം. കാലണയോ അരയണയോ ആണ് ഇതിന് കൂലി. ആ വായനയും വല്യപ്പച്ചന്റെ സിനിമാ കമ്പവുമാണ് രാജനിൽ ജോൺ എബ്രഹാം എന്ന സിനിമാക്കാരന്റെ വിത്ത് വിതയ്ക്കുന്നത്. കുട്ടനാട്ടുകാരനല്ലേ, വിതച്ച വിത്ത് പൊലിച്ചു. കോട്ടയം CMS കോളേജിൽ നിന്നാണ് രാജൻ ബിരുദം നേടിയത്. ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ കിട്ടിയത് എക്കണോമിക്സ്. ബിരുദം നേടിയ ശേഷം രാജൻ ധാർവാഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. പൊളിറ്റിക്സ് മെയിൻ എടുത്ത് PGക്ക് ചേർന്നു. പക്ഷേ അത് പൂർത്തിയാക്കിയില്ല. അപ്പോഴേക്കും കോയമ്പത്തൂരിൽ LICയിൽ ജോലി കിട്ടി. നല്ല ശമ്പളം. രാജൻ നല്ല നിലയിലെത്തുമെന്ന് കുടുംബം കണക്കുകൂട്ടി. എന്നാൽ 3 വർഷം കഴിഞ്ഞപ്പോൾ 1500 രൂപയുടെ സുരക്ഷിതത്വത്തിൽ നിന്ന് രാജൻ പറന്നുപോയി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തുറസിലേക്ക്. നമ്മൾ കേട്ടറിഞ്ഞ ജോൺ എബ്രഹാം എന്ന മിത്തിക്കൽ മനുഷ്യനാകാൻ. 1965 വർഷം. ഋത്വിക് ഘട്ടക് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വൈസ് പ്രിൻസിപ്പൽ ആയിരുന്ന കാലം. ജോൺ ഋത്വിക്കിന്റെ പ്രിയപ്പെട്ടവനായി. ജോൺ അവിടെ ഒരു സ്റ്റാർ തന്നെയായിരുന്നു. സീനിയർ ജൂനിയർ വ്യത്യാസമില്ലാതെ വിദ്യാർത്ഥികൾ ജോണിലേക്ക് ഒഴുകി തുടങ്ങി. തിരിച്ച് ജോൺ അവരിലേക്കും. അവർക്കിടയിൽ മദ്യവും ഇടതടവില്ലാതെ പ്രവഹിച്ചു. 4 തവണയെങ്കിലും ജോണിനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്താക്കാൻ ഉത്തരവായിട്ടുണ്ട്. ചീത്തവിളി, മദ്യപാനം, ഫീസ് മുടക്കുക എന്നിവയാണ് സ്ഥിരം കേസുകൾ. പക്ഷേ ഓരോ തവണയും ജോൺ എന്ന ജീനിയസ് അവരെ അത്ഭുതപ്പെടുത്തി. അവർ സ്നേഹത്തോടെ അവനെ തിരിച്ചു വിളിച്ചു. പ്രിയയായിരുന്നു ജോണിന്റെ ഡിപ്ലോമ ഫിലിം. പ്രായത്തിൽ മൂത്ത ഭർത്താവും ഒന്നിച്ചുള്ള ദാമ്പത്യത്തിൽ അസംതൃപ്തയായ ഒരു യുവതിയാണ് അരമണിക്കൂർ ദൈർഘ്യമുള്ള ഈ ഹ്രസ്വചിത്രത്തിന്റെ കേന്ദ്രം. അവളുടെ മനസ്സിലൂടെയാണ് ചിത്രത്തിന്റെ യാത്ര. FTIAയിൽ നിന്ന് ഡയറക്ഷണൽ ഗോൾഡ് മെഡലുമായാണ് ജോൺ പഠനം പൂർത്തിയാക്കിയത്. തുടർന്ന് ഫിലിം ഡിവിഷന്റെ ഹിമാലയത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയിൽ സംവിധായകന്റെ പകരക്കാരനായി. അതിനു പിന്നാലെ മണി കൗളിന്റെ ഉസ്കി റൊട്ടി എന്ന ചിത്രവുമായി സഹകരിച്ചു. സിനിമയിൽ ഒരു യാചകന്റെ വേഷവും ചെയ്തു. വിദ്യാർത്ഥികളെ ഇതിലെയാണ് ജോൺ സംവിധാനം ചെയ്ത ആദ്യ ഫീച്ചർ ഫിലിം. മധുവും ജയഭാരതിയും പാട്ടുപാടി പ്രണയിക്കുന്ന അടൂർ ബാസിയുടെ കോമഡിയുള്ള ചിത്രം. ഒരു സ്കൂളാണ് കഥാപശ്ചാത്തലം. കുട്ടികൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കെ പന്ത് തട്ടി സ്കൂൾ സ്ഥാപകന്റെ പ്രതിമയുടെ തലയുടയുന്നു. കുട്ടികൾ പണം പിരിച്ച് ഈ പ്രതിമ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് ഇതിവൃത്തം. തറപ്പടം എന്നാണ് തന്റെ ഈ ചിത്രത്തെ ജോൺ വിശേഷിപ്പിച്ചത്. തന്റെ ക്രാഫ്റ്റ് ഈ സിനിമയിൽ കാണാൻ ജോണിന് പോലും സാധിച്ചിട്ടുണ്ടാകില്ല. ഒരു സമയത്ത് ഒരു സിനിമ എന്ന നിലയിലല്ല ജോണിന്റെ ആലോചന പോകുക. പല ചിന്തകളുണ്ടാകും. കഥാബീജങ്ങൾ ഇങ്ങനെ ഉരുവപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇങ്ങനെ പല ആലോചനകൾക്ക് ഒടുവിലാണ് അഗ്രഹാരത്തിൽ കഴുതൈ എന്ന തമിഴ് സിനിമ ഉണ്ടാകുന്നത്. പ്രൊഫസർ നാരായണസ്വാമി ഒരു കഴുതയെ വളർത്താൻ തീരുമാനിക്കുന്നു. പക്ഷേ ജോലിക്കിടയിൽ അയാൾക്ക് അത് ശ്രമകരമായി.
പ്രൊഫസർ കഴുതയുമായി അഗ്രഹാരത്തിലെ തന്റെ വീട്ടിലേക്ക് എത്തുന്നു. കഴുതയെ നോക്കാൻ ഉമ എന്ന ഊമ പെൺകുട്ടിയെ അയാൾ ചുമതലപ്പെടുത്തി. അഗ്രഹാരത്തിലെ ബ്രാഹ്മണർക്ക് ഈ കഴുത ഒരു തലവേദനയായി. ഇതിനിടയിൽ ഉമ ഗർഭിണിയാകുന്നു. അവൾ ഒരു ചാപിള്ളയെ പ്രസവിക്കുന്നു. അവളുടെ അമ്മ ക്ഷേത്രനടയിൽ ഈ ചാപിള്ളയെ ഉപേക്ഷിക്കുന്നു. ഇതിന്റെ പഴി ഏൽക്കേണ്ടി വരുന്നതോ കഴുതയ്ക്കും. ബ്രാഹ്മണർ കൂലിക്കാരെ വെച്ച് കഴുതയെ കൊല്ലുന്നു. ഇവിടെ വരെ റിയലിസ്റ്റിക് ആണ് കഥ പറച്ചിൽ. പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത് കഴുതയുടെ ഉയിർപ്പും അത്ഭുത പ്രവർത്തികളുമാണ്. മരണത്തിൽ നിന്നും തിരിച്ചെത്തിയ കഴുതയ്ക്കായി ബ്രാഹ്മണർ അമ്പലം പണിയാൻ തീരുമാനിക്കുന്നു. പക്ഷേ ജോൺ അതിനു മുൻപ് ഇടപെട്ടു. സിനിമയുടെ ക്ലൈമാക്സ് യാഥാസ്ഥിതികരെ വലിയ തോതിൽ അലോസരപ്പെടുത്തി. ജോൺ അധകൃതയായ ഊമപ്പെണ്ണിന്റെ കണ്ണിൽ കണ്ണകയുടെ തീ തെളിച്ചു. കഴുതയുടെ തലയോട്ടിയിൽ നിന്നും അഗ്രഹാരത്തിലേക്ക് തീ പടർന്നു. ക്ലൈമാക്സിലെ ഈ കഴുത തലയോട്ടിക്കായി ജോൺ ഒരുപാട് അലഞ്ഞു. ഒടുവിൽ അടുത്തിടെ ചത്ത ഒരു കഴുതയുടെ ശവക്കുഴി തോണ്ടി തലയോട്ടി എടുക്കുകയായിരുന്നു. ചേച്ചിയുടെ സഹായത്തോടെയാണ് സിനിമയിലെ ചാപിള്ളയെ ജോൺ കണ്ടെത്തിയത്. തമിഴ്നാട്ടിലെ യാഥാസ്ഥിതിക ബ്രാഹ്മണരെ ഈ സിനിമ അലോസരപ്പെടുത്തി. തമിഴ്നാട് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പ് മന്ത്രിയായിരുന്ന RM വീരപ്പന്റെ നേതൃത്വത്തിൽ സിനിമയുടെ പ്രദർശനം തടസ്സപ്പെടുത്താൻ ശ്രമങ്ങളുണ്ടായി. സിനിമയ്ക്ക് സബ്സിഡി ലഭിച്ചില്ല. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കാരണം സിനിമയുടെ സംപ്രേഷണം ദൂരദർശൻ അവസാന നിമിഷം റദ്ദാക്കി. തമിഴ് മാധ്യമങ്ങൾ സിനിമയെ കണ്ടില്ലെന്ന് നടിച്ചു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ആ വർഷത്തെ മികച്ച തമിഴ് ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ജോണിന്റെ ഈ പ്രശ്നക്കാരൻ കഴുതയ്ക്കായിരുന്നു. വിവാഹവും മരണവുമായിരുന്നു ജോണിനെ പേടിപ്പിച്ചിരുന്ന രണ്ട് കാര്യങ്ങൾ. എന്നാൽ ജോൺ തിരശീലയിൽ എത്തിച്ച ചെറിയാച്ചന്റെ ഭയം മറ്റൊന്നായിരുന്നു. 1980-ലാണ് ജോൺ ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ ആരംഭിച്ചത്. സ്വന്തം മണ്ണിൽ ജോൺ പൂർണ്ണമായി ചിത്രീകരിച്ച ചിത്രം. മധു അമ്പാട്ടായിരുന്നു ഛായാഗ്രഹണം. അടൂർ ബാസിയാണ് ചിത്രത്തിൽ ചെറിയാച്ചനായി എത്തിയത്. മറ്റൊരു പ്രധാന വേഷത്തിൽ കവിയൂർ പൊന്നമ്മയും. കൃഷിഭൂമി കർഷകന് എന്ന ആവശ്യം ഉന്നയിച്ച് കർഷകർ അവകാശ സമരം ആരംഭിച്ച കാലത്താണ് കഥ നടക്കുന്നത്. അവർക്കെതിരെ ജന്മികളും ഇടത്തരം ഭൂസ്വാമികളും സംഘടിക്കുന്നു. കർഷകരും ഭൂ ഉടമകളും തമ്മിൽ സംഘർഷം ഉടലെടുക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പെറ്റി ബൂർഷ്വയായിരുന്ന ചെറിയാച്ചൻ ഇതിലൊന്നും പങ്കാളിയല്ല. അയാൾക്ക് ഈ സംഘം ചേരലിന്റെ അർത്ഥം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒടുവിൽ ഒന്നിലും ഇടപെടാതിരുന്ന ചെറിയാച്ചനും ഇതിൽ ഭാഗമാകുന്നു. കായൽ രാജാവായ അവറാച്ചനുമായി ഉണ്ടായ സംഘർഷത്തിൽ 6 കർഷകർ കൊല്ലപ്പെടുന്നു. ചെറിയാച്ചൻ അതിന് ദൃക്സാക്ഷിയാകുന്നു. അന്ന് തുടങ്ങി ഊണിലും ഉറക്കത്തിലും അയാൾ പോലീസിനെ പേടിച്ചു. തന്നെ ജന്മികളുടെ കൂട്ടത്തിലാകണം അബോധത്തിൽ ചെറിയാച്ചനും കണ്ടിട്ടുണ്ടാകുക. അല്ലെങ്കിൽ എന്തിനയാൾ ഭയക്കണം? സിനിമ ആരംഭിക്കുമ്പോഴേ ചെറിയാച്ചന്റെ തലക്കുറി മരിച്ചുപോയ അയാളുടെ അമ്മയുടെ സ്വരത്തിൽ ജോൺ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ബാക്കി സിനിമ. പോലീസിനെ ഭയന്ന് ചെറിയാച്ചന്റെ ഉറക്കം നഷ്ടപ്പെടുന്നു. അയാളുടെ ഉറക്കം കട്ടിലിനടിയിലാകുന്നു. അയാൾ പേടിച്ച് തട്ടുംപുറത്ത് അഭയം പ്രാപിക്കുന്നു. പേടിയുടെ മൂർധന്യത്തിൽ ചെറിയാച്ചൊരു തെങ്ങും മണ്ടയിലേക്ക് വലിഞ്ഞു കയറി. ഒരു വിഷ്വൽ മോക്കറി. ഭാര്യയുടെ അപേക്ഷയും പള്ളിയിലച്ഛന്റെ പ്രാർത്ഥനയും അയാളുടെ പേടി മാറ്റുന്നില്ല. ഒടുവിൽ താഴേക്ക് പതിക്കുന്ന ചെറിയാച്ചൻ അവസാനമായി ഫ്രെയിമിലേക്ക് നോക്കി ഇത്ര മാത്രമാണ് പറയുന്നത്: പോലീസ്. ചെറിയാച്ചന്റെ മാനസിക സംഘർഷങ്ങളാണ് ഈ സിനിമ. അതുകൊണ്ട് തന്നെ മധു അമ്പാട്ടിന്റെ ക്യാമറ എപ്പോഴും ചെറിയാച്ചന്റെ അടുത്തേക്ക് ചെന്നു. അയാളുടെ മുഖപേശികളിലെ കണ്ണുകളിലെ ഭയം കാണികൾക്ക് അനുഭവപ്പെടണമെന്ന് നിർബന്ധമുണ്ടായിരുന്നതുപോലെ അയാളുടെ മനസ്സുപോലെ സിനിമയുടെ ആഖ്യാനത്തിലും ഒരു അലച്ചിൽ പ്രകടമാണ്. ജോണിന്റെ കയ്യിൽ നിന്നും സിനിമ എപ്പോഴോ തന്നിഷ്ടപ്രകാരം നീങ്ങിയതുപോലെ. അമ്മമാരിലൂടെയുള്ള ജോണിന്റെ യാത്രയാണ് അമ്മയറിയാൻ. കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളെ പകർത്താൻ ഒഡേസിയുടെ പടികളേറി ചെല്ലുകയായിരുന്നു ജോൺ. റിയലിസ്റ്റിക് ആണ് സിനിമയുടെ ഫ്രെയിമുകളും ആഖ്യാനവും. ചില ചരിത്ര സന്ദർഭങ്ങളും ഫ്രെയിമിലേക്ക് കടന്നു വരുന്നു. പക്ഷേ ആകത്തുകയിൽ ഗദ്യത്തിൽ എഴുതിയ ഒരു വിപ്ലവ കവിതയുടെ ചൂര് ഈ ചിത്രത്തിനുണ്ട്. ജോയ് മാത്യു അവതരിപ്പിച്ച പുരുഷൻ എന്ന യുവാവിൽ നിന്നാണ് സിനിമയുടെ ആരംഭം. അമ്മയോട് യാത്ര പറഞ്ഞ് അയാൾ ഇറങ്ങുന്നു. ഈ പോക്കിനിടയിൽ അയാൾ ആത്മഹത്യ ചെയ്ത ഒരു യുവാവിന്റെ മൃതദേഹം കാണുന്നു. അത് മൃദംഗം വായിക്കുന്ന ഹരി അല്ലേ എന്ന് അയാൾ സംശയിക്കുന്നു. മോർച്ചറിയിലേക്ക് മാറ്റുന്ന മൃതദേഹം പലരെയും കാട്ടി അത് അയാൾ ഉറപ്പുവരുത്തി. ഹരി മരിച്ച വിവരം അവന്റെ അമ്മയെ അറിയിക്കാനുള്ള ദൗത്യം സ്വയം ഏറ്റെടുത്തു. ഞാനുമുണ്ട് എന്ന് പറഞ്ഞ് അയാളുടെ ഒപ്പം യാത്രയിൽ പലരും ചേരുന്നു. അതൊരു ചെറിയ ജാഥയാകുന്നു. അവർ കടന്നു പോകുന്ന വഴിയിൽ നക്സലിസവും ജനകീയ പ്രതിരോധവും ക്യാപിറ്റലിസവും തൊഴിൽ ചൂഷണങ്ങളും കടന്നു വരുന്നു. ഇടയ്ക്ക് കാസ്റ്റിലോയുടെ കവിതയും അമ്മമാരുടെ നോട്ടവും. ഈ ചെറുപ്പക്കാരെല്ലാം എന്തിനാണ് ഇങ്ങനെ മരിക്കുന്നത് എന്ന ആത്മകഥത്തിൽ ആ കാലത്തെ പറ്റി ചില സൂചനകളും ജോൺ നൽകുന്നുണ്ട്. വിപ്ലവ സ്വപ്നങ്ങൾ പൊലിഞ്ഞതിന്റെ നിരാശ പേറുന്ന യുവതയെ പറ്റിയുള്ള സൂചന. എന്തിനാണ് ഹരി ആത്മഹത്യ ചെയ്തത്? ആരാണ് ഈ ഹരി? സംഗീതത്തെ ഭ്രാന്തമായി സ്നേഹിച്ചിരുന്ന ഹരി ജോണിന്റെ ഭാഷയിൽ രാഷ്ട്രീയത്തെ വെറും ഒരു ഫാഷനായി കാണുന്ന യുവ വിപ്ലവകാരിയാണ്. പോലീസ് മർദ്ദനത്തിൽ മൃദംഗവാദകനായ അയാളുടെ വിരലുകൾ ചതഞ്ഞ് ഉപയോഗശൂന്യമാകുന്നു. ആത്മപ്രകാശത്തിനുള്ള ഉപാധി നഷ്ടമാകുന്നിടത്താണ് ഹരി മരക്കൊമ്പിലേക്ക് കയറുമായി കയറിയത്. അമ്മ സങ്കല്പം തന്നെയാണ് ഈ സിനിമയുടെ അടിസ്ഥാനം. സിനിമയുടെ യാത്ര തന്നെ ഒരമ്മയിൽ നിന്ന് തുടങ്ങി മറ്റൊരമ്മയിലാണ് അവസാനിക്കുന്നത്. ഒരു റിപ്പോർട്ട് പോലെ പുരുഷൻ തന്റെ യാത്രയിലെ വിശേഷങ്ങളും തന്റെ ആത്മവിലാപങ്ങളും തന്റെ അമ്മയോട് പങ്കുവെക്കുന്നു. ഒരു സിനിമയായിട്ടാണ് പുരുഷൻ അമ്മയോട് ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. ക്ലൈമാക്സിൽ ഈ സിനിമ അമ്മമാർ കാണുന്നു.
അമ്മയറിയാൻ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലാണ്. ചരിത്രത്തിലെ ഏറ്റവും മികച്ച സൃഷ്ടി എന്ന നിലയിലല്ല, മൂലധനം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കലാവ്യവസായത്തിൽ ഈ സിനിമയുടെ നിർമ്മാണവും പ്രദർശനവും വിപ്ലവമായിരുന്നു. ഒഡേസ കളക്റ്റീവ് എന്ന കൂട്ടായ്മയിലൂടെ പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിച്ചാണ് ജോൺ സിനിമ യാഥാർത്ഥ്യമാക്കിയത്. വിതരണക്കാർക്ക് വിലപേശാൻ തന്റെ ചിത്രത്തെ ജോൺ വിട്ടുകൊടുത്തില്ല. പ്രൊജക്ടറും വെള്ള തുണിയുമായി ജോണും കൂട്ടുകാരും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. കേവല കച്ചവട ഉൽപ്പന്നമല്ല സിനിമ എന്നുള്ള ജോണിന്റെ പ്രസ്താവനയായിരുന്നു അമ്മയറിയാൻ. 1986 കേരള ചലച്ചിത്ര അവാർഡ് കമ്മിറ്റിക്ക് മുന്നിലെത്തിയ അമ്മയറിയാൻ വിലയിരുത്താൻ ജൂറി ഒരുപാട് സമയം ചെലവഴിച്ചു. സിനിമയിലെ അച്ചടക്കമില്ലായ്മ ജൂറി ഒരു പ്രശ്നമായി കണ്ടു. ദാർശനിക തലത്തിലുള്ള ആശയ മഹാത്മ്യവും അർപ്പണവും മാത്രം സിനിമയെ വിശ്വസനീയമാക്കുന്നില്ല എന്നവർ വിധി എഴുതി. എന്നാൽ 40 വർഷങ്ങൾക്കിപ്പുറം കാൻ ചലച്ചിത്രമേളയിൽ അമ്മയറിയാൻ ഇന്ത്യയുടെ അടയാളമായി. 79ാമത് മേളയിൽ കാൻ ക്ലാസിക് വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ചിത്രം ഇന്ത്യയുടെ ഏക എൻട്രി ആയിരുന്നു. ഫിലിം ഹെറിറ്റേജ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ റീസ്റ്റോർ ചെയ്ത സിനിമ കണ്ട കാനിലെ കാണികൾ ജോണിനും ഒഡേസയ്ക്കും അമ്മമാർക്കും കൈയടിച്ചു. എന്നാൽ ബുനുവൽ തിയേറ്ററിൽ ആ കാഴ്ച കാണാൻ ജോൺ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ എലൈറ്റ് മേളയായി മാറുന്ന കാനിന്റെ റെഡ് കാർപ്പറ്റിൽ ക്യാമറകൾക്ക് പോസ്റ്റ് ചെയ്യുമായിരുന്നു, അതോ അവർക്ക് നേരെ കൂവുമായിരുന്നു? സിനിമ ഒരു കളക്റ്റീവ് ആർട്ടാണെന്ന് ചിന്തിക്കുന്ന ആളല്ല ജോൺ എബ്രഹാം. സിനിമ സംവിധായകന്റെ കലയാണെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. ഛായാഗ്രഹനും എഡിറ്ററും സംഗീത സംവിധായകനും എല്ലാം ക്രിയാത്മകമായ പങ്കാളികളാണ്. ജോണിന് ഇവർ താൻ പറയുന്നത് ചെയ്തു തരുന്ന ആൾക്കാരാണ്. ആദ്യം ഫ്രെയിം വരുന്നതും ആദ്യ എഡിറ്റിംഗ് നടക്കുന്നതും സംവിധായകന്റെ തലച്ചോറിലാണെന്ന് ജോൺ വിശ്വസിച്ചു. ജോണിന്റെ കാര്യത്തിൽ അതങ്ങനെ തന്നെയാണ്. തിരക്കഥയുടെ കാര്യത്തിലും ഇതേ സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. ഒരു ഫ്രെയിം വർക്ക് അത്രമാത്രമാണ് ജോണിൻ തിരക്കഥ. വെങ്കട്ട് സ്വാമിനാഥൻ പ്രസിദ്ധീകരിച്ച അഗ്രഹാരത്തിൽ കഴുതിയ തിരക്കഥയും ആ സിനിമയും തമ്മിലുള്ള അന്തരം ഇത് വ്യക്തമാക്കുന്നു. സിനിമയായിരുന്നു ജോണിന്റെ മാധ്യമമെങ്കിലും കഥകളിലൂടെയും നാടകത്തിലൂടെയും തന്റെ സർഗാത്മകത അദ്ദേഹം പ്രകടമാക്കിയിട്ടുണ്ട്. ജോൺ എബ്രഹാമിന്റെ കഥകൾ പച്ചയായ മനുഷ്യന്റെ ഗാഥകളായിരുന്നു. കുട്ടനാടൻ ഗ്രാമജീവിതവും സാമൂഹികവും സാമ്പത്തികവും മനഃശാസ്ത്രപരവുമായ പ്രതിസന്ധികളുമായിരുന്നു അവയുടെ പ്രമേയം. മലയാളത്തിലെ ആദ്യ പങ്കാളിത്ത നാടകത്തിന് പിന്നിലും ജോണിന്റെ തലച്ചോറായിരുന്നു. കഥാപാത്രങ്ങൾ ചതുരംഗ കരുക്കളാകുന്ന നാടകം കാണാൻ ജനങ്ങൾ ഫോർട്ട് കൊച്ചിയിലും ചെല്ലാനത്തും തടിച്ചുകൂടി. ഈ സൃഷ്ടികളിലെല്ലാം ജോണിന്റെ അംശങ്ങൾ കാണാം. പ്രത്യേകിച്ച് സിനിമകളിൽ യാഥാസ്ഥിതികരെ ചൊടിപ്പിക്കുന്ന കഴുതയിലും നിരാശയിലാണ്ടുപോയ ഹരിയിലും ചെറിയാച്ചന്റെ ഭയപ്പാടിലും ജോൺ ഉണ്ട്. എന്നാൽ ഈ സിനിമകളിൽ പൂർണ്ണമായി ജോൺ പ്രത്യക്ഷനാണോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ജോണിന്റെ ദർശനത്തിലെ സിനിമ അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചില്ല എന്ന് പറയേണ്ടി വരും. ജോസഫ് ഒരു പുരോഹിതൻ, നന്മയിൽ ഗോപാലൻ, കയ്യൂർ, ചിൽഡ്രൻസ് ഫിലിം, കോവിലൻ ചരിതം എന്നിങ്ങനെ നിരവധി സിനിമകൾ പല ഘട്ടങ്ങളിലായി ജോൺ ആലോചിച്ചിരുന്നു. ചിലത് എഴുതി, ചിലതിന്റെ ഷൂട്ടിംഗ് തുടങ്ങി വെച്ചു, ചിലത് മനസ്സിൽ കൊണ്ടു നടന്നു. ഒടുവിൽ 1987 മെയ് അവസാനം തന്റെ എല്ലാ അലച്ചിലുകളും അവസാനിപ്പിച്ച് ജോൺ യാത്രയായി. മരണത്തിലേക്കും ക്ഷണപത്രമില്ലാതെയാണ് അയാൾ കടന്നു ചെന്നത്. അവധൂതൻ, നിഷേധി, കള്ളുകുടിയൻ, അരാജകവാദി, ബുദ്ധിജീവി, വിപ്ലവകാരിയായ സംവിധായകൻ എന്നിങ്ങനെ പല വിശേഷണങ്ങൾ ബാക്കിയാക്കി കോഴിക്കോട്ടെ പണിതീരാത്ത ഒരു ബഹുനില കെട്ടിടത്തിന്റെ ടെറസിൽ നിന്ന് ജോൺ മരണത്തിലേക്ക് വഴുതി വീണു. മഴവില്ല് കൊത്തിപ്പറന്ന ആ പറവയ്ക്കപ്പോൾ കഷ്ടിച്ച് 50 വയസ്സായിരുന്നു പ്രായം. അമ്മയറിയാൻ കാനിലെത്തിയപ്പോൾ ആരാണ് ഈ ജോൺ എബ്രഹാം എന്ന് പൊതുജന താൽപര്യാർത്ഥം വാർത്തകൾ അച്ചടിച്ച ദേശീയ മാധ്യമങ്ങളോട് ഒരു ജീവിതരേഖയ്ക്കപ്പുറം എങ്ങനെ അയാളെ നിങ്ങൾ നിർവചിക്കും? അവനെ അറിയുന്നതാര്? അവന്റെ കാവലാളാര്?